ഹായ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ്. കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് റോസ്റ്റ് ചെയ്ത റൈസ് ഫ്ലോർ, അരിപ്പൊടി, റോസ്റ്റ് ചെയ്ത അരിപ്പൊടി. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ റോസ്റ്റഡ് റൈസ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ജീരകം ഇട്ട് കൊടുക്കാം, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു നാളികേരത്തിൻ്റെ അരമുറിയാണ് എടുത്തിരിക്കുന്നത്, അരമുറി നാളികേരം. പിന്നെ രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട് ശർക്കര ഗ്രേറ്റ് ചെയ്യാനൊന്നും സമയമില്ല, അപ്പോൾ ഞാൻ പൊടി ശർക്കരയാണ് വാങ്ങിച്ചിരിക്കുന്നത്. പൊടി ശർക്കര ഞാൻ ആ ഒരു നാളികേരത്തിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മളുടെ മധുരം അനുസരിച്ചിട്ട് നമുക്കത് എത്ര വെച്ചാൽ ആഡ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ കുറച്ച് മീഡിയം മധുരം മതി, ഒരുപാട് മധുരം കൊടുക്കണ്ട. ശർക്കര ഇട്ടുണ്ടാക്കണതാണ് കുറച്ചുകൂടെ ഹെൽത്തി. അങ്ങനെ അത് റെഡിയാക്കി. ഈ ടൈം കൊണ്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെട്ടി തിളയ്ക്കുന്ന വെള്ളം വേണം. വെട്ടി തിളയ്ക്കുന്ന വെള്ളം നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക, മിക്സ് ചെയ്ത് നോക്കുക, പിന്നെ ഒഴിച്ചു കൊടുക്കുക, മിക്സ് ചെയ്ത് നോക്കുക. അതായത് നമ്മളുടെ ഓരോ അരിപ്പൊടി അനുസരിച്ചിട്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന് വ്യത്യാസം വരും. ഒരുപാട് ആദ്യമേ ഒഴിക്കാതെ കുറേശ്ശെ വീതം ഒഴിച്ചു കൊടുക്കുക. നല്ല സോഫ്റ്റ് കുഴക്കട്ട കിട്ടണമെങ്കിൽ നമ്മൾ വെട്ടി തിളയ്ക്കുന്ന വെള്ളം തന്നെ ഒഴിക്കണം. ല്യൂക്ക് വാം വാട്ടർ ഒരിക്കലും ഒഴിക്കരുത്, ഇളം ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കുകയാണ് എത്രത്തോളം വേണമെന്ന്. ഇത്രത്തോളം മതിയാവുമെന്ന് എനിക്ക് തോന്നി. അതിനുശേഷം അതൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കുക. ഈ തിളച്ചത് അപ്പടി നമുക്ക് ഇളക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് ഇളക്കി കൊടുക്കാം. ഓക്കെ, ആ സമയം കൊണ്ട് ഞാൻ സ്റ്റീമറിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ. അതായത് നമ്മുടെ കയ്യിൽ ഒട്ടാതെ ഇതുപോലെ ഇരിക്കുക. ഞാൻ കാണിച്ചു തരാം. നമുക്ക് മനസ്സിലാവും, കണ്ടോ? നമ്മുടെ കയ്യിൽ ഒട്ടി വരരുത്. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇടിയപ്പത്തിനാണെങ്കിലും ഇതേ കൺസിസ്റ്റൻസി തന്നെയാണ്, ജീരകം ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിനുശേഷം എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുന്നതെന്ന്. ചെറിയ ബോളാക്കുക. നമ്മുടെ 2 വിരലുകൾ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് അതിനുള്ളിലൊരു ഹോള് ക്രിയേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ നമുക്കതിൽ ഫില്ല് ചെയ്തെടുക്കുക. ഇതിപ്പോൾ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ സ്പൂണൊക്കെ വെച്ച് കാണിക്കുന്നത്. നമ്മൾ രാവിലെ ബിസി ആയിട്ട് ഓഫീസിലൊക്കെ പോകാനായിട്ട് റെഡി ആവുകയാണെങ്കിൽ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ സ്പൂണൊക്കെ വെച്ച് കാണിക്കുന്നത്, അല്ലാതെ വീട്ടിലെ ആവശ്യത്തിനൊന്നും സ്പൂണൊന്നും വെച്ച് ചെയ്യാറില്ല. അടുത്തതെടുത്ത് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരു ബോള് എടുക്കുക, അത് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഒട്ടി വരില്ല, ഇതുപോലെ ഇരിക്കും. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്യുക, അടച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതുപോലെ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയെടുത്ത് എനിക്ക് തോന്നുന്നു ഒരു 8 എണ്ണത്തോളം കിട്ടിയിട്ടുണ്ട്. ആ 1 കപ്പ് അരിപ്പൊടിയിൽ നിന്ന് എനിക്ക് 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നീട് അത് ഞാൻ സ്റ്റീമറിലേക്ക് മാറ്റി. സ്റ്റീമറിൽ നമ്മൾ ഒരു 15 മിനിറ്റ് എങ്കിലും വെക്കണം. നന്നായിട്ട് വെന്ത് ഓൾറെഡി അത് കുക്കായതാണ്, എന്നാലും നമ്മളൊരു കറക്റ്റ് ഇത് കിട്ടണമെങ്കിൽ ഒരു 15 മിനിറ്റ് വേവിക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ എടുത്തതാണ്, ചൂടാണ്. ഞാൻ ജസ്റ്റ് സ്പൂൺ കൊണ്ട് കട്ട് ചെയ്തു. നിങ്ങൾക്ക് കാണാം അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. വളരെ സോഫ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ വീട്ടിൽ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പലഹാരത്തിൽ ഒന്നാണ് കൊഴുക്കട്ട. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ചെറിയ നാളുകളിൽ, ചെറിയ പ്രായത്തിൽ ഹെൽത്തി ഫുഡ് അല്ലെങ്കിൽ നാടൻ ഫുഡൊക്കെ കഴിച്ച് വളർന്നത്, ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.